ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡാണ് ഇത്. നമ്മൾ അന്ന് നിർത്തി വെച്ചായിരുന്നു. ഇത് നെക്സ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇത് നെക്സ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ചാണ് നിർത്തിയിട്ട് പോയത്. ഇപ്പോൾ രാവിലെയാണോ രാത്രിയാണോ? വൈകുന്നേരമാണ്. നമുക്കപ്പോൾ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇത് കീപ്പ് ഇൻവെൻ്ററി ആക്കാം, അല്ലെങ്കിൽ സീനാവും. അതാണ് പ്രശ്നം. അതാണ് കീപ്പ് ഇൻവെൻ്ററി ഷോ കോർഡിനേറ്റ്സ്, ലൊക്കേറ്റർ ബാർ, ഷോ ഡേയ്സ് പ്ലേഡ്, TNT ബോക്സസ്, ചീറ്റ്സ്, ആക്ടിവേറ്റ് ചീറ്റ്സ്, ടിക്കർ, തപ്പുവാണ് ഗൈസ്, തപ്പുവാണ്. കീബോർഡ്, കൺട്രോളർ, ടച്ച് ജനറലിനകത്താന്ന് തോന്നുന്നു. ഇത് അലോ ട്രസ്റ്റഡ് സ്കിൻസ്, അനേബിൾ ഗെയിം പോസ്, ഹെൽപ്പ് സെൻറ്റർ, അഡ്വർടൈസ്, ഫാൻഡ് ലൈസൻസ്. ഇത് എവിടെ ആയിരുന്നു? ഗായ്സ്, ഞാനിത് ഈ കീപ്പ് ഇൻവെൻ്ററി ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ കീപ്പ് ഇൻവെൻ്ററി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തോ ചെയ്യാം. നമുക്കൊരു സോംബി ഭയങ്കര പ്രശ്നമാണ്. ഇവിടാണെങ്കിൽ ഒന്നാമത് ടോർച്ചും ഇല്ല. നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടാണ്. അതിനകത്ത് ആരും കയറില്ല. ഇതിന് സോംബിയുണ്ട്, ഒന്നും ലൈഫില്ല. കേക്കാവോ കരയുന്ന കണ്ടോ? ഇതാണ് നമുക്ക് വേണ്ടത്. ക്രൂരനാണ് ഞാൻ, ക്രൂരനാണ്. എന്നിട്ട് ഇതങ്ങോട്ടങ്ങ് പൊട്ടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെച്ചാൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കളയാം. നമ്മൾ ഡയറക്റ്റ് കൊണ്ട് മൂടണം. ഇവിടാണ് നമ്മൾ കയറുന്നത്. ഇവിടെ ഇങ്ങനെ മൂടാം, ചുറ്റിനുള്ളതെല്ലാം. ഈ കൊച്ചു സോംബിയാണ് ഗൈസ് പാട്. അവൻ കള്ളനാണ്. ഇത്രയും മതിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. പക്ഷേ പോകാൻ പറ്റില്ല. വല്ലാതെ വാടല്ലേ പൂവേ. അത് നൈസൊരു പാട്ടാണ്. അയ്യോ സ്കെലട്ടൻ. നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്ക് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാൻ കയ്യിലൊന്നും ഇല്ല. മഴയുന്നു. ഒരെണ്ണത്തിനുള്ളതുണ്ടായിരുന്നു. നമുക്കിതൊക്കെയാണ് സന്തോഷം.
പിന്നെ മഴ സീനാണ്. വേണ്ട, അതൊന്നും വേണ്ട. ഇങ്ങനെ എല്ലാം ഇവിടെ ഒരു ഡയറക്റ്റ് കാണാമായിരുന്നല്ലേ. അത് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ വേണം. പ്രൊട്ടക്ഷൻ അതിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നാട് മൊത്തം നമുക്ക് ഇങ്ങോട്ടൊക്കെ ചാടി ചർച്ചാനിപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനൊന്നുമില്ല. വല്ലാതെ വാടല്ലേ പോവും. അല്ലെങ്കിൽ നമുക്ക് അതിലൊക്കെ ഉണ്ടാകും. വേണ്ട അത് ചെയ്യാം. വല്ലാതെ അതാ ആറാ. ഓ ഷിറ്റ്. പൊട്ട് ഞാൻ ചത്തേ. ഓടാനോ പറ്റില്ല. ചത്ത് പറഞ്ഞില്ലേ. ഞാനില്ലാത്ത എന്താ ഇനി വേണം. ലൈഫില്ലാതെ കളിക്കുന്നുണ്ട്. അറിയാം, കളിക്കാനറിയാം. ഇങ്ങനെ PvP ഒക്കെ നൈസായിട്ട് അറിയാം. ബെഡ് വേർസ് കളിക്കുന്നത് മാത്രം കാണണം. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിപ്പോൾ ആവശ്യം അയണാണ്. നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് പിന്നെ ഒരു ഡോർ ഉണ്ടാക്കണം, അത് അത്യാവശ്യമാണ്. നമ്മൾ വീടുണ്ടാക്കും. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം. ഇതെല്ലാം കൂടി എൻ്റെ കയ്യിൽ വന്നടേ. നമുക്ക് ആദ്യം ഒരു ഡോർ ആവശ്യമുണ്ട്. നമ്മുടെ വീട് ഈ ഡേർട്ട് ഒന്നുകൊണ്ട് അറിയാം നമ്മുടെ വീട് ഏതായിരുന്നു. അല്ലാതെ വാടല്ലേ പൊട്ടല്ലേ. എടാ ഇത് എന്തൊരു കഷ്ടപ്പാടാ. നീയൊക്കെ കാരണമുണ്ട് വേസ് പൊട്ടിയ. എന്നാണ് ഇത് എന്തൊരു കഷ്ടം. നിങ്ങൾ കഴിച്ചെടുത്തോ. അടിയാവനെ കൊടുക്ക്. കൊണ്ടുപോവാ. എടാ നീ എന്നാ അവനെ അതിന് അടി മേടിച്ചടിക്കുക. ഞാനൊന്ന് ഇടി വെച്ച് കിട്ടൂടാ. എന്തൊരു കൂട്ടാണ്. ഞാൻ വിചാരിച്ച് പില്ലേജറാണെന്നാണ് എൻ്റെ മൈൻഡിൽ അത് പില്ലേജറാ. നമ്മുടെ ഇപ്പോൾ 19 ഇതുള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 19 എണ്ണം ഉണ്ട്. ഈ ഡേർട്ട് വലിയ സീനില്ലായിരുന്നു. അതിൽ നിന്നും ഇങ്ങനെ ചെയ്താൽ എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി മസ്റ്റാണ് ഗൈസ്. അല്ലെങ്കിൽ ഇതേന്നിട്ട് നമുക്ക് അടി മേടിക്കേണ്ടി വരും. 3 ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പൊട്ടിച്ചേ പൊട്ടല്ലേ ക്രീപ്പറേ പൊട്ടല്ലേ. അല്ലെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങാം. രാവിലെ എല്ലാ പരിപാടിയും ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇഷ്ടംപോലെ പണിയായിട്ടുണ്ട്. ഇവിടെ 2 ഡോറ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ക്രീപ്പറായിരുന്നു. എൻ്റെ ലൈഫ് നോക്കിയാൽ അറിയാം.
അപ്പോൾ ഇവിടെ ഒരു ഡേർട്ട് വെക്കണം നമുക്ക്. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സൂപ്പർ. ഇവിടെ നിന്ന് ഓക്കെ ഇല്ല. ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിനകത്ത് പുറത്തൊക്കെ ഇപ്പോൾ സ്പേസ് ഇല്ല. ബാക്കിയെല്ലാം ഉണ്ട്. നമ്മൾ മണ്ടയ്ക്ക് കണ്ട ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇങ്ങനെയൊക്കെ കയറി പോവാം. എന്നിട്ട് ഇവിടെ നിന്നൊക്കെ പാക്കോർ നമ്മൾ ഹീപ്പ് ഇൻവെൻട്രി ആക്കിയോണ്ട് ഇനി പേടിക്കണ്ട. പക്ഷെ പേടിക്കണം, അത്യാവശ്യം പേടിക്കണം. ഞാൻ ഇപ്പോഴാണ് നേരത്തെ ഈ ഇൻവെൻട്രി ഓൺ ആകുന്നതിനാണ് ഞാൻ ഓർത്തത്. നമ്മൾ ചീറ്റ് കോഡ് ഓണാക്കണമായിരുന്നു, എന്നിട്ടേ ഇത് ഓണാക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അപ്പോഴാണ് ഓർത്തത്. ഇപ്പം പെടഞ്ഞേനെ. പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ തിരയുന്നത് ഒറ്റയ്ക്കൊരു സാധനത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? മറ്റേ വില്ലേജിന് വേണ്ടി. വില്ലേജ് ആണെങ്കിൽ അങ്ങനെ കാണുന്നതും എന്തുകൂടെ സാധനം കാട്ടുപോത്താ പശയായിരുന്നു. നമുക്കിപ്പോൾ എൻ്റെ നമുക്ക് ചത്ത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വിചാരിച്ച് ഡാം എടുക്കത്തില്ലായിരുന്നു അന്ന്. ഞാൻ വിചാരിച്ച് ഡാം എടുക്കില്ല. ഇൻവെൻട്രി ഓണാക്കിയിട്ട് സാധനം ഫുള്ള് പോകും. ഞാൻ ഒന്നാതെ എന്താണ് ഫോണിലും കൂടി കളിക്കുന്ന ജാവയ്ക്കകത്താണെങ്കിൽ കൊള്ളായിരുന്നു ഇനിയും കളിക്കാൻ. ഇതിനകത്ത് കൊള്ളത്തില്ല, ഇങ്ങനെ കളിക്കാൻ കൊള്ളത്തില്ല, അതാണ് പ്രശ്നം. പക്ഷേ ചിലവർക്ക് ഇഷ്ടമായിരിക്കും, എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാനത്. പിന്നെ ആണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സ്കെലിട്ടനെ കൊന്നപ്പോൾ എനിക്ക് ഈ ചെസ്റ്റുകളേക്ക് കിട്ടി. ഈ സൈഡിൽ ഡോള് കാണാൻ പറ്റുമായിരിക്കും. ഈ സൈഡിൽ ഞാൻ ഓടുന്നത് കണ്ട, അതിനകത്ത് എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് കിട്ടി. ഇത് എന്ത് ചെസ്റ്റ് പ്ലേറ്റാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. എന്തോ ഒരു ചെസ്റ്റ് പ്ലേറ്റാണ്. പട്ടിയാണ് ശബ്ദമാണ് കേട്ടോ. പട്ടിയെ കാണുന്നില്ല. നമ്മൾ വരുന്ന വരി എല്ലാം പട്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നതില്ല. ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി നെർവസാണ്. പക്ഷേ എനിക്ക് വേണ്ടത് വീഡിയോ കണ്ടുപിടിക്കണം. നമ്മളതിപ്പോൾ എന്തായാലും കണ്ടുപിടിക്കാം, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാം. എന്തായാലും രാത്രിയായില്ലേ, ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാം. നമുക്ക് ഇത്രയും ദൂരം വന്നതിന് എനിക്ക് വിഷമമുണ്ട്. നമുക്ക് രാത്രിയായി, ഇനി സോംബീസും എല്ലാവരും വരും. എനിക്ക് ഡാം കുറഞ്ഞത് കണ്ട, അതുകൊണ്ട് ഇത് നല്ല ഉപയോഗമുണ്ട്. പക്ഷെ ഞാൻ അതിനെ കൊന്ന്, അത് ഭയങ്കര ഇച്ചിരി സീനായി പോയി. അതായത് നമ്മുടെ വീടെന്തേടെ, നമ്മുടെ വീട് കാണുന്നില്ലേ? നമ്മുടെ വീട് അങ്ങോട്ടായിരുന്നെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ നമ്മുടെ പുറകെ ഒരു സ്പൈഡറുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ വീട് ആ വെള്ളം കഴിഞ്ഞുണ്ടായിരുന്നോ? എടേ എനിക്ക് എന്തുവാടേ ഇത്? നീ കൊണ്ടാ സ്കെൽട്ടൺ പ്രാന്തനാ. നമ്മുടെ ഈ സർവറിനകത്ത് സ്കെൽട്ടണൊക്കെ ഈ ബെറ്റയ്ക്കകത്തും ബെഡ്റോക്കിനകത്തൊക്കെ സ്കെൽട്ടുണ്ടല്ലോ, അവന്മാർ ഭയങ്കര ഡേഞ്ചറാണ്. അവന്മാർ എങ്ങനെയൊക്കെ കറക്കി കുത്തിയായാലും അടിക്കും. അവന്മാർ ഡേഞ്ചറാണ് നമ്മുടെ വീട്. അപ്പോൾ hope you guys love you and bye and subscribe.